അങ്ങനെയൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാം. ഒരു പക്ഷേ ആ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയതിനെ കുറിച്ച് അങ്ങനെ നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഏകദേശം ആ ഫീൽഡിൽ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും നമുക്ക് ഇന്നാര് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ, ആ ഫീൽഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കാമ്പില്ലായ്മയുണ്ട്. എനിക്ക് കാരണം അയാൾ പാടിയ ഒന്നുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിലെ പാട്ട് വരുന്നു. അയാളുടെ വേറെ സ്റ്റേജ് ഷോയിലെ പാട്ടൊന്നും കേൾക്കണ്ട, മഞ്ഞുമൽ ബോയ്സിൽ വേടൻ പാടിയ പാട്ട്, ആ പാട്ട് വലിയ ഹിറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അറിയേണ്ടതാണ്. അല്ലെങ്കിൽ അന്വേഷിക്കും ഇതാരാ പാടിയിരിക്കുന്നത്, അത് ഇന്നാരാന്ന് പറയും. അപ്പം അതൊക്കെ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇത്രയും വർഷങ്ങളോളം എം ജി ശ്രീകുമാർ പാടി തെളിഞ്ഞ ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ്. പക്ഷേ വേടൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാധാരണപ്പെട്ട ആളുകളിൽ വലിയൊരു ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഉൾപ്പെടെ വേടൻ്റെ കട്ട ആരാധകയാണ്. അതാ ഞാൻ പറഞ്ഞത്, അതായത് ആ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ വേടൻ്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പ് വരെ അറിയാത്ത ആളുകളുണ്ടായിരുന്നു. ആരാണ് വേടൻ എന്ന് അറിഞ്ഞുകൂടായിരുന്നു.